അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി കരിക്കൊന്ന് പൊട്ടിച്ച് ഇതിന്റെ വെള്ളവും കരിക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഇളം കരിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള കരിക്ക് നമുക്ക് എടുക്കാം. ഇപ്പൊ കരിക്കിന്റെ പുറത്തുള്ള ആ ചെറിയൊരു ബ്രൗൺ ആയിട്ടുള്ള ഭാഗമെല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്ക ഒഴിവാക്കാം. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്ക് മുഴുവൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇളം കരിക്ക് എടുത്തത് കൊണ്ട് കരിക്കിന്റെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ഈ കരിക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കരിക്ക് 1/4 കപ്പാണ് ഇതാക്കി ഇട്ടിട്ടുള്ളത്. ഇനി വീണ്ടും ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ ഭാഗമൊക്കെ മാറ്റിയിട്ട് ആ വെള്ള പോർഷൻ മാത്രമേ എടുക്കാവൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചിരകിയ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ചിരകിയതുപോലെ തേങ്ങ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കരിക്കിന്റെ വെള്ളം മാറ്റി വെച്ചില്ലേ, അത് 1 കപ്പ് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 1 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാടിട്ട് അടിക്കണ്ട, ഒരു 30 സെക്കൻഡ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്ത തേങ്ങ ഒന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂണുണ്ടോ ഒരു സ്പാച്ചിലുണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മുഴുവൻ തേങ്ങാപ്പാലും ഇതിൽ വീണ് കിട്ടും. കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞ് എടുത്താലും മതി. അപ്പൊ ഇതുപോലെ പ്രസ് ചെയ്ത് മുഴുവൻ തേങ്ങാപ്പാലും ഇതാ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് കിട്ടിയിട്ടുണ്ട്. ഇനി 2ാം പാലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ 1ാം പാൽ എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ് മിക്സിയുടെ ജാറിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി കരിക്കിന്റെ വെള്ളം മാറ്റി വെച്ചതിൽ നിന്നും 1 കപ്പ് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു. 2 കപ്പ് വെള്ളമാണ് ടോട്ടൽ നമുക്ക് കരിക്കിന്റെ വെള്ളം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന കരിക്കില് 2 കപ്പ് കരിക്കിന്റെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇതും ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ 2ാമത് അടിച്ചെടുത്ത തേങ്ങാപ്പാല് വീണ്ടും ആ 1ാം പാലിൽ കൂടി തന്നെ അരിച്ചൊഴിക്കാം. അപ്പൊ ഞാനൊരു 40 സെക്കൻഡ് ഒക്കെ അടിച്ചിട്ടുള്ളേ. ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ പാല് മുഴുവനും എടുക്കാം. ഇപ്പൊ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ഹോളുള്ള അരിപ്പയിൽ കൂടിയാണ് അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിച്ച് ഒഴിച്ചു എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ ഈ തേങ്ങയുടെ ഒക്കെ കൊത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചായ ഇരിക്കുന്ന അരിപ്പയിൽ കൂടി ഒന്നുകൂടി ഒന്ന് അരിച്ചൊഴിക്കാം. അതാ കണ്ടില്ലേ, ചെറിയ ചെറിയ കൊത്തുകളുണ്ടല്ലോ, അത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോറുണ്ണുന്ന പാത്രം ഉണ്ടല്ലോ, അത് എടുത്താലും മതി. ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോ കേക്ക് ടിന്നിന്റെ എല്ലാ ഭാഗത്തും കുറച്ച് നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ആ സൈഡിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പൊ ചെറിയ രീതിയിൽ മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയി കിട്ടും. അപ്പൊ പഞ്ചസാരയും മുട്ടയും ഇതാ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിക്ക് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വീണ്ടും ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരിച്ച് മാറ്റി വെച്ച തേങ്ങാപ്പാലാണ്. 2 കപ്പ് തേങ്ങാപ്പാലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം എന്താ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒന്നും ഓൺ ആക്കരുത്. ഓൺ ആക്കാതെ വേണം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതില് ചെറിയ ചെറിയ കട്ടകൾ പോലെയൊക്കെ ആദ്യം വരും. അതൊന്നും കുഴപ്പമില്ല. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആയിക്കോളും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. സൈഡിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സ് ഒക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 2 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ കട്ടകൾ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ആയിക്കോളും. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് റെഡിയായി വരും. ജസ്റ്റ് ഒന്ന് കുറുകുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോ അതെല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചപ്പോഴാണ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിയാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ എല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു തിള വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പാനിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കുമിളകൾ പോലെ തിളയ്ക്കുന്നത്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ കുമിളകൾ വരുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എല്ലാം എന്താ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത പാത്രത്തിലേക്ക് ഉടനെ ആ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക. ഒട്ടും താമസിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ കട്ടയായി പോകും. ഒഴിച്ച ഉടൻ തന്നെ ഒന്ന് ലെവൽ ചെയ്യുക. ഇനി ഒരു സ്പൂണിന്റെ മറുവശത്ത് കുറച്ച് നെയ്യ് ഒന്ന് ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഒന്ന് അതാ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റും ജെല്ലി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുറിക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. ഇതിൽ കരിക്ക് ചേർത്തത് കൊണ്ട് ഇതിനൊരു കരിക്കിന്റെ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടുന്നത്. വായിലിട്ടാൽ തന്നെ വെണ്ണ പോലെ അലിഞ്ഞിറങ്ങും. അത്രമാത്രം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്